മംഗലവുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടി താങ്കളുടെ പേര് വിളിക്കാത്തതുകൊണ്ട് താങ്കൾ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് എന്തോ പറയുന്നത് ഞാനൊന്നും കണ്ടില്ല. ആര് പറഞ്ഞത്? എന്താ എന്റെ ഉദ്ദേശം? സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആര് പറഞ്ഞു? അല്ല, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ട് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് സത്യം പറഞ്ഞ എനിക്കിന് സമയമില്ല. ഇത് ആരാ ഈ വാർത്ത പറഞ്ഞു? ഞാൻ കണ്ടില്ല ഒന്നും. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? നടന്ന സംഭവല്ലേ അങ്ങനെ ഒരു അതിർത്തി ഉണ്ടായോ? അങ്ങനെ ഉണ്ടായോ? എനിക്കറിയില്ല. എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, നിങ്ങളെ പഠിച്ച സഹായിക്കും. ചന്ദ്രശേഖർ നോക്കുമ്പോൾ താങ്കൾ അവിടെ ഇല്ല, സ്റ്റേജിലില്ല. പോയോ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. ദൃശ്യങ്ങളടക്കം ഞാൻ പോയില്ലല്ലോ, ഞാൻ വന്നില്ലേ. പോയ ശേഷം വീണ്ടും കയറി വരുന്ന എവിടെ പോയി? ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. പോയ ശേഷം ഇല്ല. എന്തെങ്കിലും ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു? നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ പുറകെ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇലക്ഷന് മുമ്പ് എന്നെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കി വിവാദം ഉണ്ടാക്കുകയാണല്ലേ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഞങ്ങള് എന്റെ കാല് നല്ല പരിക്ക് പറ്റിയിരിക്കുക. ഇല്ല, ഇതെന്താ സംഭവിച്ചത്? ഞാൻ എന്റെ ഒരു സഹപ്രവർത്തകൻ, എന്റെ സഹോദരനുമായിട്ട് ബിജെപിയിലുള്ള എന്റെ സഹോദരൻ ഞാൻ കരുതുന്ന സോമൻജിയുമായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ ഹോളിന്റെ പുറത്തിറങ്ങി. അതിപ്പോ നിങ്ങൾ എന്തിനാ ഇത്ര വിവാദമാക്കുന്നത്? ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞങ്ങളുടെ തമ്മിലുള്ള ആന്തരിക ഇന്റർണൽ പ്രശ്നം സഹോദരനും തമ്മിൽ സംസാരിച്ചൂടെ? ഇത് വലിയ കഷ്ടമല്ല. ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. എന്റെ സഹോദരൻ, ഞങ്ങൾ പാർട്ടിയിലെ ബ്രദർ ആൻഡ് സിസ്റ്റർ, സോമൻജി ഞാനും ബ്രദർ ആൻഡ് സിസ്റ്റർ, ഞങ്ങളൊരു വിഷയം ചർച്ച ചെയ്യാൻ ഹോളിന്റെ പുറത്തൊരു 2 സെക്കൻഡ് ഇറങ്ങി. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. അതെനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചു, അതൊന്നും കാര്യമാക്കിയിട്ടില്ല. നിങ്ങൾ അതല്ല വിഷയം. എല്ലാ വോട്ടർമാരും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞാൻ തിരക്ക് പിടിച്ച് ഓടി നടക്കുക. എനിക്ക് ദൃശ്യം കാണാൻ ഇതുപോലുള്ള ചീപ്പ് ന്യൂസ് ഒന്നും ഞാൻ കാണാറില്ല, ശ്രദ്ധിക്കാറുമില്ല. എന്താ നിങ്ങൾ ഈ പറയുന്നേ? എന്താ ഉറക്കം വരുന്നു? ദൃശ്യങ്ങളടക്കം താങ്കൾ ഈ കേസ് ഓമനോട് സംസാരിക്കുന്നതിൽ എന്റെ പേര് പരാമർശിച്ചില്ല എന്ന് പറയുന്ന ദൃശ്യങ്ങളടക്കം ശബ്ദം വന്നിട്ടുണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഞാനും സോമൻജിയും കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹോദരനും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് വേണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വൈ ഡു ദ മീഡിയ ഇത് ജനങ്ങളുമായിട്ട് എന്തുവാ പ്രശ്നം? ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ ഗുണം? വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് നിങ്ങൾ ഈ വാർത്തയാകുന്നത് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ ഇലക്ഷൻ എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾക്കൊരു രസം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. എന്തോന്ന് സ്ഥാനാർത്ഥി? ഇത് ഞാൻ എന്നെ ജനങ്ങളല്ലേ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു പ്രതികരണം എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല സാറേ, അല്ല സാറേ, അവര് കള്ളം പറയുന്ന ആര്? അവര് മാഡത്തിന്റെ വീഡിയോയിൽ കൃത്യമായ ശബ്ദമുണ്ട്. ആയിക്കോട്ടെ, നാണമില്ലേ ഒളിച്ചിരുന്ന ഒരു സഹോദരൻ കൂടെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കാൻ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എനിക്ക് പത്രക്കാരെ കുറിച്ച് വളരെയധികം മോശം അഭിപ്രായമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ഇരുന്ന് ഒളിച്ചിരുന്ന് അതൊക്കെ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് ആരും അതിന് കണക്കാക്കാൻ പറ്റില്ല. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. പിന്നെ ഞാൻ എന്താക്കാനാണ് ഇവിടെ നിൽക്കുന്നത്? എന്റെ ഒപ്പം വന്നവരെ കൊണ്ട് കൈവയ്ക്ക്. ഇനിയിപ്പോ എന്തൊക്കെയാണ്? കുടുംബത്ത് പോവാം.